ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഔഷധ ഗുണമുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്ക് പകരം ഇതുപോലെ ഔഷധ ഗുണമുള്ള ഒരു നാരങ്ങ വെള്ളം കഴിക്കുകയാണെങ്കിൽ ദാഹവും മാറും, ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ആദ്യം ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ചേർക്കാം. പട്ട അല്ലെങ്കിൽ ഏലക്കായയും ചേർക്കാം. പട്ട ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ പട്ടയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡ് പുറത്ത് കളയാനുള്ള കഴിവുമുണ്ട്. അത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലാണ് അതിനുള്ള ഗുണം ചെയ്യുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർക്കാം. ഇഞ്ചി കൂടുതൽ ചേർക്കണത് ഇഷ്ടമല്ലാത്തവർക്ക് വളരെ ചെറുതായിട്ടൊരു കഷ്ണം ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിന് കുളിർമയേകുന്ന ചെറുനാരങ്ങ നീരാണ്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നീരായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. തൊലിയോടുകൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടാകും. കുറച്ച് നേരിയ കയ്പൊക്കെ കിട്ടും. അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. ഇനിയാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന ഔഷധ ഗുണമുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ 2 പേരയില എടുത്തിട്ടുണ്ട്. വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് പേരയില. ബ്ലഡ് ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഇലയാണിത്. ഫാർമസ്യൂട്ടിക്കൽസൊക്കെ ഇപ്പോൾ പേരയില ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ പേരയിലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പേർക്കുള്ള നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ പേരയില 2 കൂടി ചേർക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ചായക്ക് പകരം നമുക്ക് നല്ല വിളഞ്ഞ പേരയില 5-6 എടുത്ത് കുറച്ച് വെള്ളത്തിൽ 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം തണുക്കുമ്പോൾ എടുത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ചായക്ക് പകരം കഴിക്കാം. ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് ചേർക്കാം. ചെറുനാരങ്ങയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ നാരങ്ങ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ജ്യൂസിന് നല്ല പച്ച നിറവുമുണ്ട്, നല്ല ഔഷധ ഗുണവും ഉള്ളതാണ്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ പിശടൊക്കെ മാറിക്കിട്ടും. പേരയുടെ ഇലയുടെ അംശവും എല്ലാം ഉണ്ടാവും. പേരയില വളരെ ഔഷധ ഗുണമുള്ളതാണെന്ന് ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ 2-3 പേരയിലയും കൂടി ചേർത്തിട്ടുണ്ടാക്കിയാൽ നല്ല ഔഷധ ഗുണമുള്ള നാരങ്ങ വെള്ളം കൂടി ആവും. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകരാം. നാരങ്ങ വെള്ളം കാണാനും നല്ല ഭംഗിയാണ്, നല്ല പച്ച നിറമുണ്ട്. പക്ഷേ നിറത്തേക്കാൾ നല്ലത് നമ്മളുടെ ഔഷധ ഗുണമാണ്. ശരീരത്തിന് വളരെ നല്ലതാണ്. തണുപ്പും കിട്ടും ശരീരത്തിന്. പിന്നെ ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയുകയും ചെയ്യും. അപ്പോൾ വളരെ ഔഷധ ഗുണമുള്ള ഈ നാരങ്ങ വെള്ളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഹെൽത്തി ഡ്രിങ്ക്സും മീൽസുമായിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്